മാർച്ച് 12 വിശുദ്ധ ഫിന. വടക്കൻ ഇറ്റലിയിലെ സാൻ ജെമിനിയോനയുടെ നായികയാണ് വിശുദ്ധ ഫിന. വിശുദ്ധ ക്ലെയർ, ആവിലായിലെ വിശുദ്ധ തെരേസ തുടങ്ങിയ മഹാന്മാരായ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായി ഫിനയെ അവർ ചെയ്ത ഒരു കാര്യത്തിനും ഓർമ്മിക്കുന്നില്ല. ക്ഷമയോടെ, സന്തോഷത്തോടെ, പരാതിയില്ലാതെ ഒരു നീണ്ട ഗുരുതരമായ രോഗം സഹിച്ചതിനാണ് അവളെ എല്ലാവരും ഓർമ്മിക്കുന്നത്. അച്ഛൻ കാമ്പിയോയും അമ്മ ഇംപീരിയയും ഒരു നല്ല കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. പക്ഷേ ദരിദ്രരായിരുന്നു. ഇംപീരിയ തൻ്റെ മകളെ വിശ്വാസത്തിലും വീട്ടുജോലിയിലും വളർത്തി. കുട്ടിക്കാലത്ത് പോലും ഫിന ഒരു ഏകാന്ത ജീവിതം നയിച്ചിരുന്നതായി തോന്നുന്നു. അവൾ ഇതിനകം തന്നെ ദുർബലയും രോഗബാധിതയും ആയിരുന്നതിനാൽ ഒരുപക്ഷെ അവളെ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കാം. കൗമാരപ്രായത്തിൽ ഫിന ഒരു സുന്ദരിയായ യുവതിയായി. പക്ഷേ രോഗം അവളുടെ എല്ലാ സൗന്ദര്യത്തെയും ബാധിച്ച് നശിപ്പിച്ചു. തൻ്റെ ഭയാനകമായ അവസ്ഥയോടുള്ള ഫിനയുടെ ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതികരണത്തെ ഡിക്കോപ്പോ വിവരിച്ചു. സഹനം നമ്മെ ആത്മാവിൽ ശക്തരാക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ഫിന ഏറ്റവും സുന്ദരിയും ആകർഷകമുള്ളവരായിരുന്നപ്പോൾ ഗുരുതരമായൊരു രോഗം അനുഭവിക്കാൻ അവളെ അനുവദിച്ചതിൽ നമ്മുടെ യജമാനായ യേശു ക്രിസ്തുവിന് സന്തോഷമുണ്ട്. അവളുടെ കഴുത്തു മുതൽ ശരീരം മുഴുവൻ തളർന്നുപോയി. അവൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനോ ഒരു കയ്യോ കാലോ അനക്കാൻ പോലും കഴിഞ്ഞില്ല. കിടക്കയ്ക്കായി ഒരു ഓക്കുപലക തിരഞ്ഞെടുത്തു. അവളുടെ ശരീരത്തിൻ്റെ ഒരു വശം രോഗം ബാധിച്ച് വളരെയധികം ക്ഷീണിച്ചതിനാൽ അവൾ മറുവശത്ത് ഉറങ്ങി. അങ്ങനെ 5 വർഷത്തേക്ക് അവൾ ആ വശത്ത് കിടന്നു. ആരെയും അവളെ മാറ്റുവാനോ വസ്ത്രം മാറ്റുവാനോ അവൾ അനുവദിച്ചില്ല. ഈ വിശുദ്ധ കന്യക ഒരു വശത്ത് മാത്രം കിടന്ന് നിരവധി ദിവസങ്ങൾ ചിലവഴിച്ചു. അവളുടെ മാംസം വ്രണങ്ങളാൽ അഴുകി. അവൾ വളരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും അവൾ ഒരിക്കലും പരാതിപ്പെടുകയോ ഞരങ്ങുകയോ ചെയ്തില്ല. എന്നാൽ അവൾ സന്തോഷകരമായ മുഖം നിലനിർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇംപീരിയ ഫിനയെ കഴിയുന്നത്ര പരിചരിച്ചു. എന്നാൽ ജോലിക്കോ ഭിക്ഷയാചിക്കാനോ പോയപ്പോൾ അവൾക്ക് മണിക്കൂറുകളോളം അവളെ ഒറ്റയ്ക്ക് വിടേണ്ടി വന്നു. എന്നിരുന്നാലും ഒരു ദിവസം ഇംപീരിയ തെരുവിൽ ആക്രമിക്കപ്പെടുകയും അവളുടെ വാതിൽപ്പടിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അന്നു മുതൽ ഫിനയ്ക്ക് അയൽക്കാരുടെ നിസ്സാരമായ ശ്രദ്ധയെ ആശ്രയിക്കേണ്ടി വന്നു. അവരിൽ പലരും അവളുടെ വ്രണങ്ങളാൽ വെറുപ്പുള്ളവളാക്കി. അങ്ങനെ അവളുടെ അവസ്ഥ പെട്ടെന്ന് വഷളായി. കഠിനമായ ഗ്യാസ്ട്രൈറ്റിസ് ശരീരത്തെ തളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫിന വിശുദ്ധ ഗിഗറി ചക്രവർത്തിയോട് അർപ്പിതയായിരുന്നു. തൻ്റെ സഹിഷ്ണുതയ്ക്കായി മധ്യസ്ഥത വഹിക്കാൻ അവൾ പലപ്പോഴും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് വിശുദ്ധ ഗിഗറി ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിക്കുകയും 8 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരുനാളിൽ താൻ മരിക്കുമെന്ന് അവളോട് പറയുകയും ചെയ്തു. അങ്ങനെ 1253 മാർച്ച് 12 വിശുദ്ധ ഗിഗറി ചക്രവർത്തിയുടെ വാർഷിക ദിനത്തിൽ ഫിനയുടെ പീഡനങ്ങൾ അവസാനിച്ചു. അവളെ പലകയിൽ നിന്ന് ഉയർത്തിയപ്പോൾ അത് വെളുത്ത വയലറ്റ് പൂക്കൾ കൊണ്ട് മൂടിയിരുന്നുവെന്ന് നഗരവാസികൾ പറഞ്ഞു. അവളുടെ ശവപ്പെട്ടിയുടെ അടുത്തെത്തിയ നിരവധി സുഹൃത്തുക്കൾ സുഖം പ്രാപിച്ചു.